ഫെബ്രുവരി 14 മുതൽ ഫെബ്രുവരി 21 വരെയുള്ള ആഴ്ചത്തെ രാശിഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. രാശിഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ ഗ്രഹസ്ഥിതിയും പ്രധാനമായിട്ടുള്ള ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും ഒന്ന് പരിശോധിക്കാം. ഈ ആഴ്ച ഫെബ്രുവരി 17 സൂര്യഗ്രഹണം കുംഭത്തിൽ നടക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ സൂര്യൻ, ചൊവ്വ, രാഹു കുംഭത്തിൽ ഉണ്ട്. ശനി, ബുധനും ശുക്രനും മീനത്തിലുണ്ട്. ഉച്ചസ്ഥിതിയിലും വക്രഗതിയിലും ഉള്ള വ്യാഴം കർക്കിടകത്തിലുണ്ട്. കേതു ചിങ്ങത്തിലും. ഇനി നമുക്ക് മേടം രാശിയുടെ ഈ ആഴ്ചത്തെ ഫലങ്ങളിലേക്ക് കടക്കാം. മേടം രാശിക്ക് ഗ്രഹണം 11ാം ഭാവത്തെ, അതായത് ലാഭസ്ഥാനത്തെ ഉണർത്തുന്നു. കുംഭത്തിലെ സൂര്യൻ, ചൊവ്വ, രാഹു ഒന്നിച്ചു കൂടുന്നതോടെ കൂട്ടുകാരുടെ ഇടയിലും ഇൻകം വഴികളിലും നീണ്ടകാല പദ്ധതികളിലും പെട്ടെന്നുള്ള മാറ്റങ്ങൾ വരാം. ഒരു പ്രധാന ഇൻകം വഴിയോ കൂട്ടായ പ്രോജക്റ്റോ പെട്ടെന്ന് നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ദശ മാറാം, ഡയറക്ഷൻ മാറാം. 4ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം കുടുംബത്തിലൂടെയും പ്രോപ്പർട്ടിയിലൂടെയും മനസ്സിന് സംരക്ഷണം നൽകുന്നു. 12ാം ഭാവത്തിൽ മീനത്തിലെ ശനി ഉള്ളതുകൊണ്ട് വ്യക്തമായ സ്വപ്നങ്ങൾ വരാം. ഉറക്കത്തിൻ്റെ രീതി മാറാം. പഴയ മുറിവുകൾ മനസ്സിൽ പിന്നെയും കയറിയിറങ്ങാം. 11ൽ രാഹു ഉള്ളതുകൊണ്ട് കൂട്ടുകാരുടെ ഇടയിൽ ഒളിച്ചുകളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച സൈലന്റ് ആയിട്ട് മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവർ അവരുടെ നിലപാട് കാണിച്ചതിന് ശേഷം നിങ്ങളുടെ നീക്കം നടത്തിയാൽ മതിയാകും. മീനത്തിലെ ബുധനും ശുക്രനും ആത്മീയ കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നു. ഒരു അധ്യായം ശാന്തമായി അവസാനിപ്പിച്ച് അടുത്ത ഘട്ടത്തിന് തയ്യാറാകാനുള്ള ഒരാഴ്ചയാണിത്. അടുത്തത് ഇടവം രാശിയിലേക്കാണ്. ഇടവം രാശിക്ക് 10ാം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. ജോലിസ്ഥാനത്തെ ഇത് നേരിട്ട് ബാധിക്കുന്നു. ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ കേന്ദ്രം നിങ്ങളാണെന്ന് തന്നെ പറയാം. കുംഭത്തിൽ ചൊവ്വയും രാഹുവും ചേർന്ന് ജോലിസ്ഥലത്ത് മേലാളില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ഒഴിവ്, തലപ്പത്ത് മാറ്റം, അല്ലെങ്കിൽ ജോലിയുടെ ദിശയിൽ ഒരു വഴിത്തിരിവുണ്ടാകാം. 11ാം ഭാവത്തിൽ മീനത്തിലെ ശനി നീണ്ടകാല ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പ്ലാൻ ചെയ്യാൻ പറയുന്നു. വെറും സ്വപ്നം കാണൽ മാത്രമല്ലാതെ. മീനത്തിലെ ബുധനും ശുക്രനും ബന്ധങ്ങൾ വഴി അവസരങ്ങൾ തുറക്കുന്നു. നിങ്ങളുടെ ചാതുര്യം, ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിയും ബുദ്ധിമുട്ടുള്ള ജോലി സാഹചര്യങ്ങളിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. 3ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം ബുദ്ധിമുട്ടുകൾക്കിടയിലും ബഹുമാനം നേടാനുള്ള ശേഷിയും ആത്മവിശ്വാസവും നൽകും. 10ൽ രാഹു പതിവില്ലാതെ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ജോലി വഴികളിലേക്ക് നിങ്ങളെ വലിക്കുന്നു. 4ൽ ചിങ്ങത്തിലെ കേതു വീട്ടുകാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് അകൽച്ചയൊക്കെ തോന്നിപ്പിച്ചേക്കാം. 17ന് കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പ്രതീക്ഷിക്കാം. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലായേക്കാം. പക്ഷേ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാനുള്ള കഴിവിൽ വിശ്വസിക്കുക. അച്ചടക്കത്തോടെ ജോലി പ്ലാൻ ചെയ്യാൻ നല്ല ഒരു ആഴ്ച തന്നെയാണിത്. അടുത്തത് മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ഗ്രഹണം നിങ്ങളുടെ 9ാം ഭാവത്തിൽ, അതായത് ധർമ്മഭാവത്തിൽ അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനത്തിലാണ് വരുന്നത്. പണ്ടേ മുറുകെ പിടിച്ചിരുന്ന ഒരു വിശ്വാസം ചോദ്യം ചെയ്യപ്പെടാം. അല്ലെങ്കിൽ ഒരു നിയമകാര്യമോ സ്റ്റഡീസുമായി, പഠിപ്പുമായി ബന്ധപ്പെട്ട കാര്യമോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവ് കൊണ്ടുവരാം. 2ാം ഭാവത്തിൽ കർക്കിടകത്തിലെ വ്യാഴം വക്രഗതിയിലുള്ളത് ഒരു കാവൽ കവചമായി. പുറത്ത് എന്ത് കുഴപ്പമുണ്ടായാലും കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ സുരക്ഷിതമായിരിക്കും. മീനത്തിൽ ശനി 10ാം ഭാവത്തിൽ നിന്ന് ജോലിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ നിർബന്ധിക്കും. 10ൽ മീനത്തിലെ ബുധൻ വർക്ക് പ്ലേസിലെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവിടുത്തെ സംസാര രീതികളെ പിന്തുണയ്ക്കുന്നു. കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ടുള്ള ജോലികളിൽ നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കും. കുംഭത്തിലെ ചൊവ്വയും രാഹുവും ചിന്തയും പഠിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീവ്രത കൊണ്ടുവരും. ഫെബ്രുവരി 17, 18 തീയതികളിൽ പ്രധാന രേഖകൾ സൈൻ ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഫെബ്രുവരി 20 ചുറ്റും വർഷങ്ങളായി
മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആത്മീയ അല്ലെങ്കിൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു പ്രായോഗിക രൂപം കിട്ടാം. ഇത് വളർച്ചയുടെ ഒരു ആഴ്ച തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ അടിത്തറ ഉറപ്പിച്ചതിന് ശേഷം മാത്രം വളരുക. അടുത്തതായി കർക്കിടകം രാശി. ഈ വർഷത്തെ ഏറ്റവും കടുപ്പമുള്ള ആഴ്ച നിങ്ങൾക്കാണെന്ന് തന്നെ പറയാം. കാരണം ഗ്രഹണം 8ാം ഭാവത്തിൽ മാറ്റത്തിന്റെയും ദുർബലതയുടെയും സ്ഥാനത്തിലാണ് വീഴുന്നത്. കുംഭത്തിൽ ചൊവ്വയും രാഹുവും ചേർന്ന് കൂട്ടുസ്വത്ത്, ഇൻഷുറൻസ്, അനന്തരാവകാശം അല്ലെങ്കിൽ ആഴത്തിലുള്ള മനസ്സിന്റെ ബന്ധങ്ങളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ 1ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിലായിട്ടുള്ള വ്യാഴം ഒരു ദൈവികമായിട്ടുള്ള കവചമാണ്. പുറത്ത് എല്ലാം മാറി മറിഞ്ഞാലും ആരോഗ്യവും മനോബലവും ഉറച്ചു നിൽക്കും. 9ൽ മീനത്തിലെ ശനി ആത്മീയ വളർച്ചയും മനസ്സിന്റെ പക്വതയും പിന്തുണയ്ക്കുന്നു. മീനത്തിലെ ശുക്രനും ബുധനും വൈകാരികമായ, അതായത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള പങ്കുവെക്കലുകൾ ആഴത്തിലാക്കുന്നു. സ്പൗസിന്റെ കൂടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നല്ല ചർച്ചകൾ കൊണ്ടുവരുന്നു. 8ൽ രാഹു എളുപ്പ വഴികളിലേക്ക് വലിക്കാൻ സാധ്യതയുണ്ട്. അതിന് വഴങ്ങാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. 17ന് പറ്റുമെങ്കിൽ ശാന്തമായി ധ്യാനം, യോഗയൊക്കെ പരിശീലിക്കാവുന്നതാണ്. ഈ ആഴ്ചയിലെ മാറ്റങ്ങൾ കൂടുതൽ ശക്തമായ ഒരു പുതിയ വ്യക്തിയായി നിങ്ങളെ മാറ്റാനാണ് എന്ന് വിശ്വസിക്കുക. അടുത്തതായി സിംഹം. ചിങ്ങരാശി. ചിങ്ങത്തിലൂടെ കേതുവിന്റെ സഞ്ചാരം തുടരുകയാണ്. അഹങ്കാരം ഒഴിവാക്കുക, ഐഡന്റിറ്റി അല്ലെങ്കിൽ ഈഗോ കുറയ്ക്കുക എന്നുള്ള വിഷയങ്ങളിലാണ് ഈ ആഴ്ചയും ഫോക്കസ് തുടരുന്നത്. നിങ്ങളുടെ ഗ്രഹമായ സൂര്യൻ 7ാം ഭാവത്തിൽ ഗ്രഹണത്തെ നേരിടുന്നു. ബന്ധങ്ങളുടെ ഭാവം ആണ് 7ാം ഭാവം. ബന്ധങ്ങൾക്ക് ഒരു മേക്ക് ഓർ ബ്രേക്ക്, അല്ലെങ്കിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ പൊളിക്കുക എന്ന രീതിയിലുള്ള ഒരാഴ്ചയായിരിക്കും ഇത്. പ്രണയമായാലും ബിസിനസ്സിലായാലും. നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചുള്ള ഒരു സത്യം പെട്ടെന്ന് പുറത്തു വരാം. 7ൽ ചൊവ്വയും രാഹുവും ഉരസലുണ്ടാക്കുന്നു. അടുത്ത ആളുകളുമായി യുദ്ധത്തിലാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാം. 12ൽ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം പറയുന്നത് ചിലപ്പോൾ ജയിക്കുക അല്ലെങ്കിൽ മുന്നേറുക എന്നുള്ളത് ഒരു ചുവട് പുറകോട്ട് വെക്കുക വഴിയായിരിക്കും എന്നാണ്. അതായത് എപ്പോഴും ജയിച്ച് മുന്നേറാതെ ഇടയ്ക്കൊന്ന് വിഡ്രോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുവഴി നിങ്ങൾക്ക് ആത്യന്തികമായിട്ടുള്ള വിജയം തന്നെ കൈവരും. 8ൽ മീനത്തിലെ ശനി മനസ്സിന്റെ വിശ്വാസവും കൂട്ടുസ്വത്തും പരീക്ഷിക്കുന്നു. 17ന് വാക്കുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം. കടുത്ത വാക്കുകൾ ഒരിക്കലും നികത്താൻ പറ്റാത്ത വിള്ളലുകൾ ഉണ്ടാക്കാം. മീനത്തിലെ ശുക്രനും ബുധനും ക്ഷമയിലൂടെയും ആഴമുള്ള സംസാരത്തിലൂടെയും ബന്ധങ്ങൾ നന്നാക്കാൻ സഹായിക്കുന്നു. അടുത്തതായി കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഗ്രഹണം 6ാം ഭാവത്തെയാണ് ഉണർത്തുന്നത്. ഇത് ജോലി, ആരോഗ്യം, ദിവസേനയുള്ള ജീവിതചര്യ എന്നീ കാര്യങ്ങളുടെ സ്ഥാനമാണ്. 17ന് പെട്ടെന്നുള്ള ജോലി സ്ഥലത്തെ പ്രശ്നമോ ആരോഗ്യ ശങ്കയോ വരാം. പക്ഷെ ഇത് ശരിക്കും ഒരു നല്ല ഒരു ട്രാൻസിറ്റ് തന്നെയാണ് നിങ്ങൾക്ക്. പണ്ടേയുള്ള കുഴപ്പങ്ങൾക്ക് ഒറ്റയടിക്ക് തീർക്കാനുള്ള ഊർജം നിങ്ങൾക്കുണ്ട്. 7ൽ മീനത്തിലെ ബുധൻ എതിരാളികളോട് ഇടപെടാൻ കാര്യങ്ങൾ സൂക്ഷിച്ച് അനലൈസ് ചെയ്ത്, അതായത് വിശകലനം ചെയ്ത് നോക്കാനുള്ള ഒരു കഴിവ് നൽകുന്നു. 7ൽ മീനത്തിലെ ശനി ബന്ധങ്ങളിൽ കണ്ണു തുറക്കുന്ന ഒരു ഘട്ടം കൊണ്ടുവരുന്നു. 11ൽ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം സഹായിക്കാൻ തയ്യാറുള്ള വഴികാട്ടികളെയും കൂട്ടായ്മകളെയും കൊണ്ടുവരുന്നു. അവർ നിങ്ങൾക്ക് നല്ല ഉപദേശവും സാമ്പത്തിക പിന്തുണയും നൽകാൻ സാധ്യതയുണ്ട്. 6ൽ രാഹു ആരും ഇതുവരെ കണ്ടുപിടിക്കാത്ത ജോലി സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആശയങ്ങൾ കൊണ്ടുതരുന്നു. നിങ്ങളുടെ പ്ലാൻ ആരോടും പറയാതെ വെക്കുന്നതായിരിക്കും നല്ലത്. കുംഭത്തിലെ ചൊവ്വ എതിരാളികളെ തോൽപ്പിക്കാനുള്ള പോരാട്ടത്തിന് ഊർജം നൽകുന്നു. ഫെബ്രുവരി 20ന് ദിവസേനയുള്ള ജീവിത രീതിയിൽ പെർമനന്റ് ആയിട്ടുള്ള ഏതോ ഒരു മാറ്റം കൊണ്ടുവരാം. ജോലി ചെയ്യാനുള്ള കഴിവ് വളരെയധികം മെച്ചപ്പെടുന്ന കാലഘട്ടമായിരിക്കും. അടുത്തത് തുലാരാശി. തുലാരാശിക്കാർക്ക് ഗ്രഹണം 5ാം ഭാവത്തിൽ വീഴുന്നു. സൃഷ്ടിപരത, ബുദ്ധി, കുട്ടികളുടെയൊക്കെ സ്ഥാനമാണിത്.
കുട്ടിയെക്കുറിച്ചോ സൃഷ്ടിപരമായ പ്രോജക്റ്റിനെ കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ പെട്ടെന്നുള്ള ഒരു വാർത്ത വരാം. അതുകൊണ്ട് തന്നെ പദ്ധതികൾ ലാസ്റ്റ് മിനിറ്റ് മാറ്റേണ്ടി വരാം. 6 മീനത്തിലെ ശുക്രൻ സമ്മർദ്ദത്തിലാണ്. ആഗ്രഹങ്ങളും കടമകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്തതുപോലെ ആയിട്ട് തോന്നാം. അതായത് ടഗ് ഓഫ് വാർ പോലെ. 10 ഉച്ചസ്ഥായി ആയിട്ടുള്ള വ്യാഴം ജോലി സേഫ് ആക്കി വെക്കുന്നു. സ്വന്തം ജീവിതം ഇളകി മറിഞ്ഞാലും ജോലിയിലെ നിലപാട് ഉറച്ചതായിരിക്കും. 6 മീനത്തിലെ ശനി ആരോഗ്യബോധവും ദിവസേനയുള്ള അച്ചടക്കവും ഉറപ്പിക്കുന്നു. 5 രാഹു പ്രണയത്തിന്റെ തീവ്രത ഉണർത്താൻ സാധ്യതയുണ്ട്. 11 ചിങ്ങത്തിലെ കേതു ഉള്ളിൽ ഒരു ആത്മീയ ഇളക്കം ഉണ്ടാക്കുന്നു. 17 നിങ്ങൾ സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ അതിലൊന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ ആഴ്ച അപകടമുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആഴ്ചയുടെ അവസാനത്തോടെ ഒരു സൃഷ്ടിപരമായ സ്വപ്നത്തിന് ഒരു കോൺട്രാക്റ്റിലൂടെ ഒരു ഉറച്ച അടിത്തറ കിട്ടാൻ ചാൻസ് ഉണ്ട്. കടമയും സൃഷ്ടിപരമായ ഉണർവും ഇടകലരുന്ന ഒരാഴ്ചയായിരിക്കും ഇത്. അടുത്തതായി വൃശ്ചികം രാശി. വൃശ്ചിക രാശിക്കാർക്ക് ഗ്രഹണം 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ വീട്, അമ്മ, ഉള്ളിലെ മനസമാധാനം, ഇതിൻ്റെയൊക്കെ ഒരു സ്ഥാനമാണ്. ചൊവ്വ കുംഭത്തിൽ 4-ൽ രാഹുവിനോടൊപ്പം നിൽക്കുന്നു. വീട്ടുകാര്യങ്ങളിൽ ശക്തമായ ഏറ്റുമുട്ടൽ പ്രതീക്ഷിക്കാം. പെട്ടെന്ന് മാറി താമസിക്കണമെന്നോ വീട് പുതുക്കി പണിയണമെന്നോ ഒക്കെയുള്ള ഒരു ആഗ്രഹം തോന്നാം. പക്ഷേ തടസ്സങ്ങൾ ഉണ്ടാവും. 9-ൽ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ താക്കോലാണ്. ഒരു ഗുരു, മുതിർന്ന ആൾ അല്ലെങ്കിൽ വഴികാട്ടി ശാന്തമായി നിൽക്കാൻ വേണ്ട ഉപദേശം നിങ്ങൾക്ക് നൽകും. മീനത്തിലെ ബുധനും ശുക്രനും സൃഷ്ടിപരമായ പ്രോജക്റ്റുകൾക്ക് ആഴം കൊടുക്കുന്നു. കുടുംബത്തിലൂടെ മനസ്സിന് ആശ്വാസമുണ്ടാവാം. 4-ൽ രാഹു പുതിയ ദിശയെക്കുറിച്ച് വലിയ മോഹങ്ങൾ ഉണ്ടാക്കാം. ഫെബ്രുവരി 20-ന് ഒരു പ്രോപ്പർട്ടി സംബന്ധമായ തീരുമാനം അന്തിമമാകുന്നതോ വലിയ ഒത്തുതീർപ്പോ ഉണ്ടാകാം. ഈ ആഴ്ച സ്വന്തം റൂട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അടിത്തറയിൽ ഫോക്കസ് ചെയ്യുകയെന്നായിരിക്കും നല്ലത്. പുറത്തെ ബഹളങ്ങളെല്ലാം ഒഴിവാക്കുക. നിങ്ങളുടെ ബലം ഇപ്പോൾ സ്വന്തം പേഴ്സണൽ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നതിൽ ആയിരിക്കും. അടുത്തതായി ധനുരാശി. ഗ്രഹണം 3-ാം ഭാവത്തെ ഉണർത്തുന്നു. ധൈര്യം, സംസാരം, സഹോദരങ്ങളുടെ സ്ഥാനം. ഒരു പ്രധാന പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു അവതരണം നടത്താനോ ധൈര്യമുള്ള ഒരു അറിയിപ്പ് നടത്താനോ പെട്ടെന്നുള്ള ഒരു ചെറിയൊരു യാത്ര കൈകാര്യം ചെയ്യാനോ ഒക്കെ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം. 8-ൽ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം ഒളിഞ്ഞ അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ കാക്കും. 3-ൽ ചൊവ്വയും രാഹുവും വാക്കുകൾ മൂർച്ചയുള്ളതാക്കുന്നു. ചർച്ചകൾക്ക് നല്ലതാണ്, പക്ഷെ കുടുംബ ഐക്യത്തിന് ഇത് ചിലപ്പോൾ ദോഷമാകാൻ ചാൻസ് ഉണ്ട്. 4-ൽ മീനത്തിലെ ശനി വീടിന്റെ സ്ഥിരതയും കുടുംബത്തോടുള്ള ഉത്തരവാദിത്വവും ഉറപ്പിക്കുന്നു. 4-ൽ മീനത്തിലെ ബുധനും ശുക്രനും മനസ്സ് തുറന്നുള്ള സംസാരവും കുടുംബ ബന്ധവും പിന്തുണയ്ക്കുന്നു. 3-ൽ രാഹു അസ്വസ്ഥതയും എന്തെങ്കിലും പുതിയത് ചെയ്യണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹവും ഉണ്ടാക്കാം. ആഴ്ചയുടെ അവസാനത്തോടെ എഴുത്ത്, മീഡിയ, ടെക്നോളജി ഇങ്ങനെ ഈ ഉൾപ്പെടുന്ന പ്രോജക്റ്റിന് ഒരു ഉറച്ച സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന നൽകാം. ഇത് ഇങ്ങനെ നല്ലൊരു സ്ട്രക്ചർ കിട്ടുന്നതോടെ അത് നീണ്ടകാല വിജയത്തിലേക്കും നയിക്കാം. ധൈര്യമായി സത്യസന്ധമായിട്ട് സംസാരിക്കുക. പക്ഷേ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ അയക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി വായിച്ച് എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഫൈനലായിട്ട് അത് അയക്കുക. അടുത്തതായി മകരം രാശി. നിങ്ങൾക്ക് ശനി 3-ാം ഭാവത്തിൽ മീനത്തിലാണ്. ഗ്രഹണം 2-ാം ഭാവത്തെ, ധനഭാവത്തെയും കുടുംബഭാവത്തെയും ഉണർത്തുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ മാറ്റം വരാം. ഫെബ്രുവരി 17-ന് ഒരു പഴയ ഇൻകം വഴിമാറാം, അല്ലെങ്കിൽ അത് നിലയ്ക്കാം. പക്ഷെ ആഴ്ചയുടെ അവസാനത്തോടെ കൂടുതൽ അച്ചടക്കമുള്ള വേറൊരു വഴി അതിന്റെ സ്ഥാനം പിടിക്കും. 2-ൽ കുംഭത്തിലെ ചൊവ്വ വിജയത്തിനായി ആവേശം കൊണ്ടുവരാം, പക്ഷേ കുടുംബവുമായി വഴക്കുകൾക്ക് സാധ്യതയുണ്ട്. കോപം നിയന്ത്രിക്കുക. 2-ൽ കുംഭത്തിലേക്ക് കടക്കുന്ന സൂര്യൻ സ്വന്തം ജീവിതവും സാമ്പത്തികവും ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചക്രം പൂർത്തിയാക്കുന്നു. 7-ൽ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം സഹായിക്കാൻ തയ്യാറുള്ള ആളുകളെ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയെ നൽകുന്നു. മീനത്തിലെ ബുധനും ശുക്രനും ശ്രദ്ധയോടെയുള്ള സംസാരവും സാമ്പത്തിക ചർച്ചകളും പിന്തുണയ്ക്കുന്നു. 8-ൽ ചിങ്ങത്തിലെ കേതു പാരമ്പര്യമായിട്ടുള്ള ആശയങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കാം.
പക്ഷേ ശനിയുടെ സ്ഥാനം ഓർമ്മിപ്പിക്കുന്നത് അച്ചടക്കവും ചിട്ടയും പ്രധാനമാണെന്നാണ്. കോൺട്രാക്ട് സൈൻ ചെയ്യാൻ 19 അല്ലെങ്കിൽ 21 നല്ലതായിരിക്കും. ഗ്രഹണ ദിനത്തിൽ, അതായത് ഫെബ്രുവരി 17-ന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് കുംഭം രാശി. ഈ ഗ്രഹണം നിങ്ങളുടെ തന്നെയാണെന്ന് പറയാം. കാരണം 1-ാം ഭാവത്തിലാണ് നടക്കുന്നത്. ഈ വർഷത്തേതെന്ന് മാത്രമല്ല, 10 വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയായിരിക്കും ഇത്. നിങ്ങളുടെ സ്വന്തം രാശിയിൽ സൂര്യൻ, ചൊവ്വ, രാഹു നിങ്ങൾ ആരാണ് എന്നതിൽ പോലും മുഴുവൻ മാറ്റം കൊണ്ടുവരാൻ നിർബന്ധിക്കും. ശരീരത്തിന് ക്ഷീണമോ മനസ്സിന് തളർച്ചയോ ഒക്കെ തോന്നാം. ഇത് പഴയ നിങ്ങൾ പോയി പുതിയ ഒരാളാകുന്നതിന്റെ മാറ്റമാണ്. 2-ൽ മീനത്തിലെ ശനി സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കവും പതിയെ എന്നാൽ ഉറച്ച സമ്പത്ത് വളർത്തലും ഉറപ്പിക്കുന്നു. 6-ൽ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം അച്ചടക്കത്തിലൂടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ കാക്കും. 2-ൽ മീനത്തിലെ ബുധനും ശുക്രനും നല്ല കാര്യങ്ങൾ ആകർഷിക്കാനുള്ള കഴിവ് കൂട്ടാൻ സാധ്യതയുണ്ട്. 1-ൽ രാഹു വിധിയുടെ മാറ്റങ്ങളും നേതൃത്വപരമായ പ്രതീക്ഷകളും കൂട്ടുന്നു. 17-ന് സർജറിയോ അതുപോലെയുള്ള ശാരീരികമായി മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ ആഴ്ച മിണ്ടാതിരിക്കാനും പ്രാർത്ഥിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ ചെലവഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ പുതിയൊരു നിങ്ങളെ ജനിപ്പിക്കുന്നതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം വേഗത കൂടുന്നതായിട്ട് തോന്നാം, പക്ഷെ ഒഴുക്കിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ ആഴ്ച നല്ലത്. അടുത്തതായി അവസാനമായിട്ടും മീനം രാശി. ഗ്രഹണം മീനം രാശിക്കാർക്ക് 12-ാം ഭാവത്തിൽ വീഴുന്നു. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നഷ്ടങ്ങൾ അല്ലെങ്കിൽ മോക്ഷത്തിന്റെ ഒക്കെ സ്ഥാനമാണ്. പഴയ കാലത്തിന്റെ ഭാരം നിങ്ങളുടെ ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നാം. നിങ്ങളുടെ സ്വന്തം രാശിയിലെ ശനി മനസ്സിന്റെ പക്വത കൂട്ടുന്നു. ഇത് ഒരു നീണ്ട പ്രോസസ് ആയിരിക്കും. ഒറ്റ രാത്രി കൊണ്ട് ഇത് തീരുന്നതല്ല. 5-ൽ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം സൃഷ്ടിപരമായ കഴിവുകളെ സഹായിക്കുന്നു. നിങ്ങളുടെ സ്വന്തം രാശിയിലെ ബുധനും ശുക്രനും ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കാനും കലയിലെ കഴിവും ആത്മീയ തെളിച്ചവും കൂട്ടും. കുംഭത്തിലെ രാഹു 12-ാം ഭാവം ഉണർത്തി മനസ്സിന്റെ ശുദ്ധീകരണവും പഴയ കർമ്മഫലങ്ങൾ ഒഴുക്കിക്കളയലും നടത്തുന്നു. 6-ൽ ചിങ്ങത്തിലെ കേതു പഴയ ആരോഗ്യശീലങ്ങളും ജോലിസ്ഥലത്തെ ശത്രുക്കളും സ്വാഭാവികമായി ഇല്ലാതാകാൻ സഹായിക്കും. ഫെബ്രുവരി 20-ന് ആത്മീയ ഉണർവിന്റെ വലിയ അടയാളം വരും. അല്ലെങ്കിൽ പണ്ടേ ഉള്ളിന്റെ ഉള്ളിൽ കണ്ട ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ അത് സഹായിക്കും. വലിയ ഒരു ശുദ്ധീകരണം നടക്കാൻ നിങ്ങളുടെ ആത്മാവിന് സമാധാനം വേണം. ഫലങ്ങൾ പതുക്കെയാണ് എന്ന് തോന്നിയാലും അടിത്തറ പണിയുകയാണ് ഈ സമയം നടക്കുന്നത്. ഇതോടെ ഈ ആഴ്ചയിലെ എല്ലാ രാശി ഫലങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ആഴ്ച ഇതുപോലെ വീണ്ടും കാണാം. താങ്ക് യു.